Hello everyone, welcome back to Asylum Learning. It's me, Jamshad. Today we are going to take another chapter from your ഇംഗ്ലീഷ് ടെക്സ്റ്റ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ യു ഗൈസ് ഹാവ് ടു ഡു ടു തിങ്സ്. നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ കൺട്രോളിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ പാരന്റ്സിന് കൊടുത്തിട്ടോ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട്. സൈലത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ഇംഗ്ലീഷിന്റെ ക്ലാസ് നടക്കുന്നു, ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ലിങ്ക് ഒന്ന് ജസ്റ്റ് ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം? ഡെഫിനറ്റ്ലി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും. ആ ഫ്രണ്ട്സിലേക്ക് ഷെയർ കൊടുത്തിട്ട് പറയാം, ദാ ഇവിടെ ഇംഗ്ലീഷിന്റെ ഒരു ചാപ്റ്റർ നടക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും ഏതാ ചാപ്റ്റർ? ദാ പിടിച്ചോ, ഇതാണ് ചാപ്റ്റർ ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പോമാണ്. ഒരു പോയമുണ്ട്. ആ ഒരു കവിതയിൽ എന്തൊക്കെയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇത് 2-3 ആക്ടിവിറ്റി നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ അടിപൊളിയായിട്ട് കളറാക്കിയിട്ട് നമ്മൾ എന്താക്കും, പൊളിച്ചടക്കിയിട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ എന്താക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് വരാൻ പറയും. നമ്മൾ എന്താക്കാം, ഇന്ന് അടിച്ച് പൊളിച്ച് ക്ലാസ് സെറ്റ് ആക്കിയിരിക്കും. കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കി എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടാത്ത എല്ലാ വേർഡിന്റെ മീനിങ്ങും നമ്മൾ പറയുന്നതാണ്. ഓക്കെ, കൂടാതെ നമ്മൾ എന്താക്കും, ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടായിരിക്കും ചെയ്യുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യും കേട്ടോ. ഓക്കെ, നമ്മൾ എന്താണ് തുടങ്ങാൻ പോവാണ്. സോ നമ്മൾ എല്ലാവരും, ഇൻ കേസ് ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ പേരൊന്നും അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയാണ്, മൈ നെയിം ഈസ് ജംഷാദ് അലി. എന്റെ പേര് ജംഷാദ് അലി എന്നാണ് കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ സൈലത്തിൽ എല്ലാവരും എന്നെ വിളിക്കുന്നത് JD എന്നാണ്. JD, ജംഷാദ് അലി എന്നതിന്റെ ഷോർട്ടാക്കി JD എന്നൊക്കെ വിളിക്കാറുള്ളത്. ഓക്കെ, വാടക സന്തോഷമാണ് JD എന്നൊക്കെ വിളിക്കുന്ന സമയത്ത്. സോ യു ഗൈസ് ഓൾസോ ക്യാൻ കോൾ മീ JD. ഓക്കെ, JD സർ, JD എന്നൊക്കെ വിളിക്കാം. ഓക്കെ, നോ പ്രോബ്സ്. ഇനി നമ്മൾ എക്സാക്ട് ചാപ്റ്ററിലേക്ക് പോവാണ്. സോ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വന്നിട്ടുണ്ടല്ലോ അല്ലെ. പിന്നെ ആദ്യമായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തി, അതുപോലെ സൈലത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. എന്നാലും സൈലത്തിലെ ഇതുപോലത്തെ ഇഷ്ടം പോലെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എന്താക്കും, ഇതുപോലത്തെ ലൈവുകളായിട്ടും റെക്കോർഡഡ് വീഡിയോകളായിട്ടും ഒക്കെ എന്താക്കും, നിങ്ങൾക്ക് യൂട്യൂബിലൂടെയൊക്കെ കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ ലൈവ് സെഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഓക്കെ, അത് അങ്ങോട്ട് ഞെക്കി വെക്കുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ. We have read the story Life with Grandfather. Life with Grandfather എന്ന് പറഞ്ഞിട്ടുള്ള കഴിഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചു. വാട്ട് സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസ് ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ? ഈ ഒരു ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ തമ്മിൽ നിങ്ങൾ എന്താണ് ഡിഫറൻസ് കണ്ടെന്ന ചോദ്യം. ഓക്കെ, ഹിയർ ഈസ് എ പോം വിച്ച് ഓപ്പൺസ് എ വേ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു കവിത പഠിക്കും. ഓക്കെ, എന്താണ് കവിത നോക്കാം. ഇത് ഏകദേശം ആ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് കണ്ടപ്പോഴേക്കും നിങ്ങൾ മനസ്സിലാവും, ദ ലിറ്റിൽ ബോയ്, ഒരു കുഞ്ഞു ചെക്കൻ. ഓക്കെ, ദാ ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞു ചെക്കനുണ്ട്, ദാ ഇവിടെ ഒരു കുഞ്ഞു ചെക്കനുണ്ട്. ഒക്കെ ബ്ലഷ് ഒക്കെ മഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ടിട്ട്, നല്ല ട്രൗസറൊക്കെ ഇട്ടിട്ട്, നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി കുഞ്ഞു ചെക്കനുണ്ട്. ആൻഡ് ദ ഓൾഡ് മാൻ, ഓക്കെ, ഒരു ഓൾഡ് മാൻ, നല്ല പ്രായമായിട്ടുള്ള നല്ല രസമുള്ള ഒരു എന്താക്കിയിട്ടുണ്ട്, ഒരു മുത്തശ്ശനും ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് അവരുടെ സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. പക്ഷേ സംഭവം ഒരു കവിതയാണെങ്കിലും അതിലൊക്കെ ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. നോക്കാം, അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നോക്കാം, ഇനി ചാപ്റ്ററിലേക്ക് കിടക്കല്ലേ. നിങ്ങൾ എല്ലാവരും ഓക്കെ ആണ്, ഇത് ഏകദേശം ഇൻട്രൊഡക്ഷൻ ഒക്കെ ഇത് മതി, ഇനി ചാപ്റ്ററിലേക്ക് പോവാം എന്ന് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ഇമോജി ഉണ്ടല്ലോ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇമോജി ആണ്. ഒരു ഹാൻഡ് കഫിന്റെ ഒരു ഇമോജി ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ പാരന്റ്സിനോട് ഇട്ട് തരാൻ പറഞ്ഞാൽ മതി. ജസ്റ്റ് എന്താക്കുക, കമന്റ് ബോക്സിൽ ആ ഒരു ഇമോജി ഇട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ മൊബൈലിലുള്ള കീബോർഡിൽ അത് ഉണ്ടായിക്കോണമെന്നില്ല. യൂട്യൂബിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇമോജി സെഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എന്താക്കാം, ഈ ഒരു ഇമോജി ഒരു മഞ്ഞ ഒരാളുണ്ടാവും. ഓക്കെ, അല്ല, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇമോജിയാണ്. ഓക്കെ, അത് അങ്ങോട്ട് ഇടുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. ഓക്കെ, അത് വരുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഓക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഓക്കെ, സന്തോഷം, ഹാപ്പിനെസ്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, ഇതിന്റെ ലൈവിലേക്ക് പോവാം. ആക്ച്വലി ഇതിന്റെ ക്ലാസ്സിലേക്ക് പോവാം, മാറിപ്പോയി. ദെൻ ഇതാണ് ആക്ച്വലി അതിന്റെ മുമ്പ് ഇത് എഴുതിയ ആളെ പറ്റി നോക്കണ്ടേ. ഷെൽഡോൺ അലൻ ആണ്. ഷെൽ സിൽവർസ്റ്റെയിൻ എന്നറിയപ്പെടുന്ന ഷെൽഡോൺ അലൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് എഴുതിയ ആളെ പറ്റി ഉറപ്പായിട്ടും പറയണം. അദ്ദേഹത്തെ പറ്റി ജസ്റ്റ് നോക്കാം. 1930 മുതൽ 1999 വരെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനവും മരണം നടന്നിട്ടുള്ളത്. അത്രയും ഏജ് ഉള്ള ഒരാളാണ് എന്ന് മനസ്സിലായില്ലേ. Then was an American poet.
ഓ, അമേരിക്കക്കാരനാണ്. ഓക്കെ, USA. ആൻഡ് സിംഗർ ആണ്, പോയറ്റ് ആണ്, അതായത് കവിത എഴുതുന്ന ആളാണ്, അതുപോലെ തന്നെ പാട്ട് പാടുകയും ചെയ്യും. ഓക്കെ, നിങ്ങളിലൊക്കെ ഇഷ്ടംപോലെ നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ കാർട്ടൂണിസ്റ്റ് ആണ്, കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ വരയ്ക്കും അല്ലെ. കാർട്ടൂൺ ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ അറിയോ, നമ്മുടെ TV-യിലും അതുപോലെ തന്നെ കാർട്ടൂണൊക്കെ കാണാറില്ലേ, ടോം ആൻഡ് ജെറി കാണാറില്ലേ, പിന്നെന്താ ലിറ്റിൽ സിംഗം, അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ, ഡോറ ബുജി, അതൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യും, നോക്കാം. ഓരോരുത്തർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതാ കാണുന്നത് നോക്കാലോ. അങ്ങനെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പണ്ട് ഉണ്ടായിരുന്നത് പിങ്ക് പാൻഡർ എന്ന് പറഞ്ഞുള്ള ഒരു കാർട്ടൂൺ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ചെറുതായിട്ട് ഇപ്പോഴൊന്നും കാണാറില്ല. ഇപ്പോൾ ടോം ആൻഡ് ജെറി ഒക്കെ എടുക്കുന്നതാക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കാണും എന്നല്ലാതെ മറ്റു കാർട്ടൂണൊന്നുമില്ല. ജസ്റ്റ് കാർട്ടൂണിസ്റ്റ് ആണ് അദ്ദേഹം, അതായത് കാർട്ടൂൺ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ടായിരുന്നു. ദെൻ സ്ക്രീൻ റൈറ്റർ ആണ് ആൻഡ് ഓതർ ഓഫ് ചിൽഡ്രൻസ് ബുക്ക്, കുട്ടികളുടെ ബുക്കുകളൊക്കെ, നിങ്ങൾ ബാലരമ, ബാലഭൂമി അങ്ങനത്തെ ബുക്കുകളൊക്കെ അല്ലേ, അങ്ങനത്തെ ബുക്കുകളൊക്കെ എഴുതുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകൾ എഴുതുന്ന ആളായിരുന്നു. നല്ലൊരു സ്ക്രീൻ റൈറ്ററും ആണ്. അതുപോലെ സ്ക്രീൻ റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്താണ്, നാടകമൊക്കെ ഉണ്ടാവില്ലേ, അതിനു വേണ്ടി എഴുതുന്ന ആള്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഫിലിമിന് വേണ്ടിയൊക്കെ എഴുതുന്ന ആള്. ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് പോംസ് ആൻഡ് തിയേറ്റർ പ്രാക്ടീസസ്. അദ്ദേഹത്തിന്റെ നാടകത്തിലുള്ള പ്രാക്ടീസ് ഉണ്ടാവും, തിയേറ്റർ പ്രാക്ടീസ് ആണ് നാടകം, അതിലും അദ്ദേഹം ഫേമസ് ആണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കവിതകളിലും ഫേമസ് ആണ്. സോ അത്രക്കും ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ, സെറ്റ്. ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാരുടെ ഫേവറേറ്റ് കാർട്ടൂണുകൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ നോക്കാം. ഓക്കെ, then his a boy named സൂ എന്ന് പേരുള്ള ഒരു പോയി, അതൊരു പോയമാണ്. അദ്ദേഹത്തിന് won the 1970 ഗ്രാമി അവാർഡ്. 1970 ഗ്രാമി അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ ഒരു പോയത്തിന്. അപ്പൊ അവാർഡ്, ആ ഗ്രാമി അവാർഡ് എന്ന് പറഞ്ഞാൽ അത്രക്കും അടിപൊളി അവാർഡാണ്. ആ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വേറെ ലെവലാണ്, അടിപൊളിയാണ്. The Little Boy and the Old Man is taken from the book Words Alive. വേർഡ്സ് അലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ കുറേ കവിതകളുണ്ട്. ആ കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു കവിതയാണ് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയപ്പെട്ട രണ്ട് കവിതയിലും ബോയ് എന്നുള്ള പേരുണ്ട് കേട്ടോ. വാട്ടവർ, എന്തായാലും വിച്ച് ഇൻക്ലൂഡ്സ് എ നമ്പർ ഓഫ് ഫോം. ആ ഒരു ബുക്കിൽ, വേർഡ്സ് അലൈവ് എന്നുള്ള ബുക്കിൽ ഇദ്ദേഹത്തിന്റെ ഷെൽഡോൺ അലന്റെ ഇഷ്ടം പോലെ ബുക്കുകളുണ്ട്. ആക്ച്വലി ബുക്കല്ല, ഇഷ്ടം പോലെ കവിതകളുണ്ട്. അതിലൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ. ഇനി നമുക്ക് എന്താക്കാം, എക്സാക്ട് ചാപ്റ്ററിലേക്ക് പോവാം. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇതാണ് അദ്ദേഹത്തിന്റെ വേറൊരു പിക്ചറാണിത്. കുറച്ചുകൂടി പല്ലൊക്കെ കാണിച്ച് ചിരിക്കുന്ന ഒരു പിക്ചറാണ്. ഓക്കെ, നൈസ് അല്ലേ, നൈസ്, നല്ല രസമുണ്ട് അല്ലേ. ഓക്കെ ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിക്ചർ ഇതാണെന്ന് തോന്നുന്നുണ്ട്. വാടവ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. 3-4 പിക്ചറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏകദേശം സ്കൂളിൽ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച ആളാണെങ്കിൽ ഏകദേശം ഈ പിക്ചർ കാണുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നാലും നമ്മൾ എന്താക്കും, അടിപൊളിയായിട്ട് പറഞ്ഞു തരും. സെറ്റ് ദ ലിറ്റിൽ ബോയ്. ഇത് ഏകദേശം ഒരു കോൺവെർസേഷൻ രൂപത്തിലുള്ള ഒരു കവിതയാണ്. കോൺവെർസേഷൻ രൂപത്തിലുള്ള ഒരു കവിതയാണ്. നോക്കാം. ഫസ്റ്റ് ഒരു കുട്ടി പറയാണ്, കുഞ്ഞു കുട്ടി പറയാണ്, സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ. ഓക്കെ, ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ആയി പോകും. ചിലപ്പോൾ എന്താകും, കയ്യിൽ നിന്ന് സ്പൂണൊക്കെ ഡ്രോപ്പ് ആയി പോകും, വീണ് പോവുക. ദാറ്റ്സ് മീൻസ് ഡ്രോപ്പിന്റെ മീനിങ് ആണ് വീണ് പോവുക. ഐ ഡ്രോപ്പ് മൈ സ്പൂൺ. ഞാൻ എന്താക്കുന്നു, ചിലപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണൊക്കെ വീണ് പോകും, ഞാൻ ചെയ്യ കുട്ടിയല്ലേ എന്ന് പറയും. സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. അപ്പ പറയാണ്, ആ ഒരു പ്രായമായ വയസ്സായ വടിയ കുത്തിട്ട് അങ്ങനെ നടക്കുന്ന ആളല്ലേ, അദ്ദേഹം പറയാണ്, ഐ ഡു ദാറ്റ് ടു. എന്റെ കയ്യിൽ നിന്ന് വീണു പോകും, ഉറപ്പല്ലേ. ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് അവരിങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ മീൻസ് പിടിച്ചിട്ട് റെഡി ആവുന്നേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പ്രായമായ ആൾക്കാർക്കും ഒരു സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. അവർക്ക് പിടിക്കാനുള്ള ആ ഒരു നല്ല പവറുള്ള യുവാക്കളായിട്ടുള്ള ആൾക്കാരെ പോലെ ആണോ? ആയിരിക്കില്ല. അവർക്ക് എന്തായിരിക്കും, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എന്തായിരിക്കും, ഭയങ്കര യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നിങ്ങളുടെ മുത്തശ്ശനും കുറച്ചുകൂടി അത്ര പ്രായമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആൾക്കാരുടെ മുത്തശ്ശൻ, അതുപോലെ തന്നെ മുത്തശ്ശി, അവർക്കൊക്കെ എന്തായാലും നല്ല പ്രായം ഉണ്ടാകും. ചിലപ്പോൾ അവർക്കൊക്കെ എന്താക്കാൻ കഴിയില്ല, ഈ സ്പൂണൊക്കെ ചിലപ്പോൾ വീണ് പോവാറുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു വിഷമം പറയാണ്, ഞാനുണ്ടല്ലോ മുത്തശ്ശ, എൻ്റെ ഇങ്ങനെ സ്പൂണൊക്കെ വീണ് പോകും എന്ന് പറയുന്നു. അപ്പോൾ ആ മുത്തശ്ശൻ പറയാണ്, ഐ ഡു ദാറ്റ്, എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോടാ എന്ന് പറയാണ്. മുത്തശ്ശൻ പറയാണ്. ദ ലിറ്റിൽ ബോയ് വിസ്പേർഡ്. ഈ ചെക്കന് എന്താക്കി, ഈ ചെക്കന് മടിയായിട്ട് മുത്തശ്ശന്റെ ചെവി പോയിട്ട് എന്താ പറയുക, രഹസ്യം പറയുന്നതിനാണ് വിസ്പർ എന്ന് പറയാം. വിസ്പർ, ഓക്കെ, രഹസ്യം പറയാം, മന്ത്രിക്കാന്നൊക്കെ പറയും. രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്, ഐ വെറ്റ് മൈ പാൻസ്.
എൻ്റെ പാൻ്റ് ഇടയ്ക്ക് ഞാൻ നനയ്ക്കാറുണ്ട്. എൻ്റെ പാൻ്റ് ഇടയ്ക്ക് നനയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ അറിയാതെ മുള്ളിപ്പോകാറുണ്ട് എന്ന് പറയാണ് നമ്മുടെ മുത്തശ്ശനോട് നമ്മുടെ ചെക്കൻ, ആ ഒരു കുഞ്ഞു കുട്ടി. ഐ ഡു ദാറ്റ് ടു ലവ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. ആ ഒരു പ്രായമായ വടി പിടിച്ചിരിക്കണ അദ്ദേഹം പറയാണ്, ആ മുത്തശ്ശൻ പറയാണ്, ഐ ഡു ദാറ്റ് ടു, ഞാനും അത് ചെയ്യാറുണ്ട്. ഞാൻ ഡു ചെയ്യാറുണ്ട്, ദാറ്റ് ഐ ഡു ദാറ്റ് ടു, ഞാനും അത് ചെയ്യാറുണ്ട്. ടു എന്ന് പറഞ്ഞാൽ ഞാനും. ഓക്കെ, ഞാനും അത് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ കയ്യിൽ നിന്നും എന്താ പറയുക, ഞാനും മൂത്രമൊഴിച്ച് പോവാറുണ്ട്, ഞാനും മുള്ളി പോവാറുണ്ട് എന്ന് പറയുകയാണ്. സെഡ് ദ ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് പറയാണ്, ഐ ഓഫൻ ക്രൈ, ഞാൻ ഇടയ്ക്ക് കരയാറുണ്ട്. ഞാനിങ്ങനെ എന്താക്കും, വെറുതെ ഇങ്ങനെ കരയും. വെറുതെ കരയും മാത്രമല്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ കാര്യങ്ങൾ, സില്ലി മാറ്റേഴ്സിനൊക്കെ ഞാൻ എന്താക്കും, അറിയാതെ കരഞ്ഞു പോകും എന്ന് പറയാണ്. അപ്പോൾ ദ ഓൾഡ് മാനോട്, യെസ്, സോ ഡു ഐ, ഞാനും അങ്ങനെ തന്നെ അല്ലേ, ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പറയാണ്. സോ ഡു ഐ, പിന്നെ ഞാനോ എന്നുള്ള ചോദ്യമില്ല, പിന്നെ ഞാനോ, അതാണ് സോ ഡു ഐ, പിന്നെ ഞാനോ, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും ഇടയ്ക്ക് എന്താക്കും, വെറുതെ ചുമ്മാ ഇങ്ങനെ കരയും, അല്ലെങ്കിൽ എന്താവും, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്താവും, കരയും. നമ്മൾ പ്രായമായി വരുന്ന ആൾക്കാർ ചെറിയ കുട്ടികളെ പോലെ തന്നെയാണെന്ന് പറയാം. കാരണം പ്രായമാകുമ്പോൾ എന്താവും, പല്ലൊക്കെ കൊഴിഞ്ഞു വരും. കുട്ടികളാകുന്ന സമയത്ത് അവർക്കും പല്ലുണ്ടാവില്ല, അവർ എന്നുള്ള സംസാരമായിരിക്കും സംസാരിക്കുക, മീൻസ് പല്ലൊന്നും ഇല്ലാതെ അങ്ങനെ ആയിരിക്കും സംസാരിക്കുക. പക്ഷെ അതുപോലെ തന്നെയാണ് കുട്ടികളും, അവർക്ക് സംസാരം കൂടി വരുന്നേ ഉണ്ടാവും, പല്ലൊന്നും ഇല്ലാത്ത സമയത്ത് 2 വയസ്സൊക്കെ ആവുന്നതിന് കുറച്ച് മുമ്പേ. അങ്ങനെ ഏകദേശം കുഞ്ഞു കുട്ടികളും പ്രായമായവരും സെയിം ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി പക്ഷേ അതിലൊരു വലിയൊരു ഡെപ്ത് മീനിങ് ഉണ്ട്, നോക്കാം. അവരുടെ വിഷമങ്ങളാ പറയുന്നത്. ഞാൻ എടുക്ക് സ്പൂണ് വിട്ടുപോകും, രണ്ടാക്കുള്ള പ്രശ്നമാണ്. സ്പൂണ് നിലത്ത് കയ്യിൽ നിന്ന് വീണു പോകും. അതുപോലെ തന്നെ പാൻറ് നനയും, മുള്ളിപ്പോകും. മീൻസ് മുള്ളിപ്പോകുന്ന പറഞ്ഞാൽ പാൻറ് എടുത്തോണ്ട്, മീൻസ് ആക്ച്വലി അറിയാതെ മുള്ളിപ്പോകുന്ന ഒരു അസുഖമാണ്. അതങ്ങനെയാണ്. ഓക്കെ, പ്രായമായ അങ്ങനെയാണ്. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു കുട്ടികളായാലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവും മുത്തശ്ശന്മാരോ, അസുഖമായി കിടക്കുന്ന മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരും ഇങ്ങനെയൊക്കെയാണ്. ദാറ്റ്സ് ദെയർ നേച്ചർ. അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്. അവരോട് ഒരിക്കലും എന്താക്കരുത്, ഒരു നെറ്റിച്ചുളിക്കുക, അയ്യേ എന്നൊന്നും പറയൊന്നും ചെയ്യരുത്. ചെറിയ കുഞ്ഞു കുട്ടികളെ പോലെ തന്നെയാണ് അവരും, കേട്ടോ. ഓക്കെ, വി ഹാവ് ടു റെസ്പെക്ട് ദം. നമുക്ക് അവരെ ബഹുമാനിക്കണം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശനെ ഇഷ്ടമാണോ? ഡു യു ലവ് യുവർ ഗ്രാൻഡ് പാരൻസ്? നിങ്ങളെ മുത്തശ്ശിമാരെയും മുത്തശ്ശനെയൊക്കെ ഇഷ്ടമാണോ? ജസ്റ്റ് കമൻറ്റ് ചെയ്യും. പറ്റണമെങ്കിൽ അവരുടെ പേരും കമൻറ്റ് ചെയ്തോ. നിങ്ങൾ എന്താണ് അവരെ വിളിക്കാറുള്ളതെന്നൊക്കെ. മുത്തശ്ശ, മുത്തശ്ശി, ഉപ്പുപ്പ, ഉമ്മച്ചി എന്നൊക്കെ വിളിക്കാറുണ്ടാവുമല്ലോ. ഓക്കെ, വാട്ടെവർ. ദെൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ദെൻ ബട്ട് വേഴ്സ്റ്റ് ഓഫ് ഓൾ, ബോയ് പറയാണ്, പക്ഷേ ഏറ്റവും മോശം എന്ന് പറയട്ടെ. വേഴ്സ്റ്റ്, വളരെ മോശം. ബട്ട് വേഴ്സ്റ്റ് ഓഫ് ഓൾ, എല്ലാത്തിലും മോശം എന്ന് പറയട്ടെ. It seems grown-ups don't pay attention to me. It seems, ഇത് കാണപ്പെടുന്നു, grown-ups നല്ല വളർന്നിട്ടുള്ള ആൾക്കാർ, നല്ല യങ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ചുകൂടി പ്രായമായ ആൾക്കാർ, നല്ല ഓൾഡ് ഏജിലെത്തിയ ആൾക്കാരല്ല, നല്ല മുത്തശ്ശനെ പോലെ ആൾക്കാരല്ല, മിഡിൽ ഏജിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഗ്രോൺ-അപ്പ് വലുതായിട്ടുള്ള ആൾക്കാർ. ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ, എന്നെ അവർ പരിഗണിക്കുന്നില്ല. ഡോണ്ട് പേ അറ്റൻഷൻ. പേ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താക്കുക, അവരെന്താക്കുക, നോക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടം കിട്ടുക. അവരെന്നെ നോക്കുന്നില്ല, അവരെന്നെ എന്താക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. ടു മീ, എന്നെ നോക്കുന്നേയില്ല, എന്നെ ഒരു പരിഗണന, എൻ്റെ ഒരു മൈൻഡും ഇല്ല. ഞാനൊരു കുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇടയ്ക്ക് കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുതരും എന്നല്ലാതെ എൻ്റെ കാര്യത്തിൽ ഒരു മൈൻഡും ഇല്ല. എന്താലേ. ഓക്കെ, പക്ഷെ ഐ തിങ്ക് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും എല്ലാ പാരൻസും നമ്മളെ മൈൻഡ് ചെയ്യാറുണ്ട് അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കണം, പാരൻസിനോട് ചോദിക്കുക, അതെന്താ അച്ചായ നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യാത്തത്? ചിലപ്പോൾ ഉണ്ടോ, നല്ല ബിസി പാരൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാൻ വിട്ടുപോകും. ഓക്കെ, അത് അവരുടെ ജോലിയുടെ കാര്യമായിരിക്കും, എന്നാലും നമ്മളെ മൈൻഡ് ചെയ്യണമല്ലോ അല്ലേ? ഓക്കെ, വീക്കെൻഡ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആൻഡ് ഹി ഫെൽറ്റ് ദ വാംത്ത് ഓഫ് എ wrinkled old man. ആ സമയത്ത് മുത്തശ്ശൻ എന്ത് പറഞ്ഞില്ല? എനിക്കും എന്നെയും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല. ഓക്കെ, എന്ന് പറഞ്ഞില്ല കേട്ടോ. പക്ഷേ പറയാണ്, ആൻഡ് ഹി ഫെൽറ്റ്, ആരാണ്? ആ കൊച്ചുകുട്ടി, ആ ബോയ് ഫെൽറ്റ്, അദ്ദേഹം ഫീൽ ചെയ്തു, ആ കൊച്ചുകുട്ടി ഫീൽ ചെയ്തു the warmth of wrinkled old man, ആ ഓൾഡ് ഹാൻഡ്. ആ റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ചുളുങ്ങിയ കൈ കേട്ടോ. ഇതാണ് ചുളുങ്ങിയ കൈ, ചുളുങ്ങിയ കൈ, അതാണ് റിങ്കിൾഡ് എന്ന് പറയുക. റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ.
ഇതാണ് wrinkled old hand. പ്രായമായവരുടെ കൈ. ഇപ്പം തന്നെ നിങ്ങളുടെ മുത്തശ്ശനെ ഉണ്ടെങ്കിൽ അവരെ കൈയൊക്കെ നിങ്ങൾ വലിച്ചൊക്കെ ഇങ്ങനെ വലിഞ്ഞിങ്ങോട്ട് പോരും. ഓക്കെ, JD സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബിലെ സാറാണ്. എന്നിട്ട് എന്താക്കാൻ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഏതായാലും എന്ത് ചെയ്യുക, wrinkled അതുപോലെ ചുക്കി ചുളിഞ്ഞ കൈകൾ എന്താക്കി പെട്ടെന്ന് അവൻ്റെ കയ്യിലേക്ക്, ആ ബോയിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്ന ഒരു ചൂട്, വാംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചൂട് കേട്ടോ. ആ ചൂട്, ആ ഒരു ചുക്കി ചുളിഞ്ഞ കൈയിൻ്റെ ചൂട് ആ ബോയ്ക്ക് ഫീൽ ചെയ്തു. ഫീലിന്റെ പാസ്റ്റ് ആണ് ഫെൽറ്റ്. അദ്ദേഹത്തിന്, ആ കുട്ടിക്ക് ഫീൽ ചെയ്തു എന്നാ പറയുന്നത്. ഐ നോ വാട്ട് യു മീൻ. ആ വയസ്സായ ആ ഗ്രാൻഡ്പ പറയാണ്, അല്ലെങ്കിൽ മുത്തശ്ശൻ പറയാണ്, എന്ത്, ഐ നോ വാട്ട് യു മീൻ, നീ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഉദ്ദേശം? ആ കുട്ടി പറയാണ്, ഇന്നെ ആരും നോക്കുന്നില്ല, അവനൊക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. അതാർക്കറിയാം? നമ്മുടെ മുത്തശ്ശൻ അറിയാം. അതുകൊണ്ടാണ് ആ മുത്തശ്ശൻ പറഞ്ഞത് ഐ നോ വാട്ട് യു മീൻ, നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. അതായത് അതിന്റെ അർത്ഥം എന്താ? ആ മുത്തശ്ശനും അതുപോലെയുള്ള ആ ഒരു ഫീലിംഗ് അനുഭവിക്കുന്നുണ്ട്. മുത്തശ്ശനും അതുപോലെ തന്നെ ഒറ്റക്കായി പോയി, ആരും നോക്കാനില്ല, സമയത്തിന് ഫുഡ് കൊണ്ടു കൊടുക്കാൻ ആരുമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം മുത്തശ്ശനും അനുഭവിക്കുന്നുണ്ട് എന്ന് ആ ഒരൊറ്റ വേർഡിൽ മനസ്സിലായി. അല്ലാതെ മുത്തശ്ശൻ ഒരിക്കലും ഡയറക്റ്റ് നേരെ പറയുന്നില്ല എന്നെ ആരും നോക്കുന്നില്ല എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് കവിത ഇഷ്ടമായോ? ഓക്കെ, നിങ്ങൾക്ക് കവിതയൊക്കെ മനസ്സിലായോ? ഓക്കെ, ഒരുവിധം വേർഡിന്റെ ഒക്കെ മീനിങ്ങും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ ഇനി കുറച്ച് ആക്ടിവിറ്റി ഉണ്ട്. ഈ ആക്ടിവിറ്റി ചെയ്യല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇമോജി ഇട്ടേ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇമോജിയാണ്. ആ ഇമോജി ഇട്ടേ. എന്നാൽ നമുക്ക് എന്താക്കാം, ഇതിലെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോയിരുന്നു. നിങ്ങളുടെ മുത്തശ്ശൻ്റെ കൈ നോക്കിയിട്ട് ഇങ്ങനെ wrinkled ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതിൻ്റെ പേര് മറന്നത് wrinkled old hand, wrinkled hand. ഓക്കെ, ഇങ്ങനെ ചുളിഞ്ഞ കൈകൾ. ഓക്കെ, നമ്മളതും കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ wrinkled ആകും. ഓക്കെ, നമ്മൾ പ്രായമാവുമല്ലോ. ഇനി ഓക്കെ, ഇഷ്ടംപോലെ ഇമോജീസ് ഒക്കെ വരുന്നുണ്ട്. ഹാപ്പിനെസ്, സന്തോഷം. ഇനി നമുക്ക് എന്താക്കാം, ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ഇതാണ് ഫസ്റ്റ്. ലെറ്റ്സ് റീവിസിറ്റ് ദ പോയം എന്ന് പറഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 3 നമുക്ക് ചെയ്യണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ സിമിലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഈ ബോയും അതുപോലെ തന്നെ ഈ ഓൾഡ് മാനും, ഈ ഗ്രാൻഡ്പയും ഈ ഒരു ബോയും കുറേ സാമ്യതകളുണ്ട്. 2 പേർക്കും കുറേ സാമ്യതകൾ ഈ കവിതയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാ സാമ്യതകൾ നോക്കാം. എന്തൊക്കെയാണ്? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ ആലോചിച്ച്, ജസ്റ്റ് കമന്റ് ചെയ്യണ്ട, ജസ്റ്റ് മൈൻഡിൽ ആലോചിച്ച് വെക്കുക. എന്തൊക്കെയായിരുന്നു ഇങ്ങനെ ആലോചിക്കുക. ജസ്റ്റ് അങ്ങനെ ആലോചിച്ച് വെക്കുക. പറ്റുകയാണെങ്കിൽ ജസ്റ്റ് പോസ് ഒക്കെ ചെയ്തിട്ട് ആലോചിക്കുക. ഇത് ആൻസർ ഇപ്പോൾ പറയല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന്റെ ആൻസർ ബോത്ത് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ഡ്രോപ്പ് ദർ സ്പൂൺ. ഫസ്റ്റ് അവരെന്താക്കും, സ്പൂണ് ഇങ്ങനെ മാഗി ഒക്കെ എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ വീണ് പോകും. ഓക്കെ, അങ്ങനെ സ്പൂണ് വീണ് പോകും. വെറ്റ് ദെയർ പാൻസ്, അവരുടെ പാൻറ് അവർ നനയ്ക്കും, അവർ അറിയാതെ മൂത്രമൊഴിച്ചു പോകും. ആൻഡ് ഓഫൻ ക്രൈ, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. 2 ആളും ചെയ്യാറുള്ള സംഭവങ്ങളാണല്ലോ അത്. ഓക്കെ അല്ലേ? ആൻസർ ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. ഐ നോ വാട്ട് യു മീൻ, വൈ ഡസ് ദ ഓൾഡ് മാൻ സേ സോ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഗ്രാൻഡ്പ അങ്ങനെ പറഞ്ഞത്? എനിക്കറിയാം നീ എന്താണ് ഉദ്ദേശിച്ചത്. ഇതെപ്പ പറഞ്ഞതാ? നമ്മുടെ ചെക്കനില്ലേ, നമ്മുടെ ബോയ് പറഞ്ഞതാണ്. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ പറഞ്ഞാണ്. മുത്തച്ഛൻ കൈയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ഐ നോ വാട്ട് യു മീൻ, നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു. ജസ്റ്റ് അത് ദ ഓൾഡ് മാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ബോയ് ഫീൽ. ആ ബോയുടെ ഫീലിംഗ് ആർക്ക് മനസ്സിലാകും? മുത്തശ്ശന് മനസ്സിലാകും. കാരണം എന്താ? മുത്തശ്ശനും ഇതുപോലത്തെ ഫീലിംഗ് ഉണ്ട്. ഓക്കെ, when the grown ups do not pay attention to him because he also feel the same. വലിയ ആൾക്കാർ, പ്രായമായ ആൾക്കാർ, ആക്ച്വലി ഗ്രോൺ അപ്പ് ആയിട്ടുള്ള ബുദ്ധിയുള്ള കുറച്ചുകൂടി വലിപ്പമുള്ള ആൾക്കാർ, കുട്ടിയല്ല, അല്ലാതെ ഓൾഡ് ആയിട്ടും ഇല്ല, പക്ഷെ അതിലെ മിഡിലുള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മുടെയൊക്കെ അച്ഛന്മാര്, അവര് ഈ പ്രായമായ ആൾക്കാരെ എന്താക്കുന്നില്ല, മൈൻഡ് ചെയ്യാത്ത ആ ഒരു അനുഭവം ആർക്കുമുണ്ട്, ഈ ഒരു മുത്തശ്ശനുമുണ്ട്. അപ്പൊ എന്നെ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു അനുഭവം എനിക്കുണ്ടാവും. ആ ഒരു അനുഭവം നിനക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലാവും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞതാണ് അവിടെ. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈസ് ദ ലിറ്റിൽ ബോയ് ഓർ ദ ഓൾഡ് മാൻ സാറ്റിസ്ഫൈഡ്? ഇവര് സംതൃപ്തിയുള്ളവരാണോ? ഇവര് ഹാപ്പിയാണോ? ഇവർ രണ്ടാളും ഹാപ്പിയാണോ? അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കണം, അവരുടെ സന്തോഷങ്ങളാണോ നമ്മുടെ ഈ കവിതയിൽ പറഞ്ഞത്? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതെന്താക്കുക? ന്യായീകരിക്കുക. എന്താണ്? നിങ്ങൾ യെസ് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്ന് പറയണം.
അല്ലെങ്കിൽ നോ പറയുകയാണെങ്കിൽ ജസ്റ്റ് നോ പറഞ്ഞാൽ പോലെ ഇത് എന്തുകൊണ്ടെന്ന് പറയണം. ഓക്കെ അല്ലേ? നിങ്ങളെ മൈൻഡിൽ ആൻസർ ഉണ്ടാവണേ. ആൻസർ പറയുകയല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. എന്നിട്ട് എന്താക്കുക ഇതിന്റെ ബാക്കി കാണാം. നോ ഒരിക്കലും അല്ലേ, അവരെന്താക്കുക ഒരിക്കലും സന്തോഷത്തിലല്ല. കാരണം they were not satisfied, അവരൊരിക്കലും സംതൃപ്തരല്ല, അവർക്ക് സംതൃപ്തിയില്ല, അല്ലെങ്കിൽ അവർക്ക് സന്തോഷമില്ല. കാരണം എന്താ? both of them were neglected by the others in life. മറ്റുള്ള ആൾക്കാർ ഈ രണ്ടാൾക്കാരെ മൈൻഡ് ചെയ്യുന്നില്ല, അവരുടെ ജീവിതത്തിൽ ഇവർ ഒഴിവാക്കി. ഒരു ശല്യങ്ങളെ പോലെയാ. ചില സമയത്ത് നമ്മളെയൊക്കെ എന്താക്കും, ചെറിയ കുട്ടികളെയൊക്കെ എന്താക്കും, എവിടെ കൊണ്ടാക്കും? പ്ലേ സ്കൂളുകളിലും നഴ്സറികളിലും ഒക്കെ കൊണ്ടാക്കുന്ന എന്തിനാ? ഇവർക്ക് എന്താക്കാം, സ്വസ്ഥത കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില പ്രായമായ ആൾക്കാരെ ഓൾഡ് ഏജിൽ കൊണ്ടാക്കുന്ന പാരൻസ് വരെ ഉണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. അതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മളെ മുത്തശ്ശന്മാരാണ്, നമ്മുടെ കുടുംബക്കാരാണ്. അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ റെഡിയായി കൊടുക്കേണ്ടത് നമ്മളാണ്. ഓക്കെ, ദേ were also disappointed of their bad habit. അവർക്ക് രണ്ടുപേർക്കും കുറേ ബാഡ് ഹാബിറ്റ് ഉണ്ട്. നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, മുകളിൽ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു അവർക്ക് രണ്ടുപേർക്കുള്ള ബാഡ് ഹാബിറ്റ്. അതൊക്കെ അവർക്ക് സങ്കടം നൽകുന്നുണ്ട്. ലൈക്ക് ഡ്രോപ്പിംഗ് സ്പൂൺസ്, വീണ് പോവുക, വെറ്റിംഗ് പാൻറ് എന്താക്കുക, നനയ്ക്കുക, അതായത് മുള്ളിപ്പോവുക, ആൻഡ് ക്രൈയിങ്, അവരെന്താക്കുക, കരയുക. ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് എന്താക്കണ്, അവർ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യനും ആൻസറും എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ മറ്റൊരു ആക്ടിവിറ്റി ഉണ്ട്. The little boy felt the warmth of the wrinkled old hand. നല്ല ചുളുങ്ങിയ പഴയ ആ ഒരു പ്രായമെത്തിയ കൈയിന്റെ ചൂട് ആരറിഞ്ഞു? ബോയ് അറിഞ്ഞു. Here wrinkled old hand describe the old age. ചുളുങ്ങിയ കൈ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവോ ഇത് പ്രായമായുടെ കൈയാണ്. ഓക്കെ, add a few more words describe the old age. ഇത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. നമ്മളെ പ്രായമായ ആൾക്കാർക്ക് ഉണ്ടാവുന്ന മറ്റു ചില പ്രത്യേകതകൾ. ഗ്രേ ഹെയർ എന്താക്കും, മുടിയൊക്കെ ചിലപ്പോൾ എന്തുണ്ടാവും, നരച്ചിട്ടുണ്ടാവും. ഉറപ്പാണ് അല്ലേ? മുടി നരച്ചിട്ടുണ്ടാവും പ്രായമായ ആൾക്കാർക്ക്. ചില പ്രായമായ ആൾക്കാർ എന്താക്കും, സ്റ്റിക്ക് യൂസ് ചെയ്യും, വടി ഉപയോഗിച്ചായിരിക്കും നടക്കുക. കണ്ണട ഉപയോഗിച്ച ആൾക്കാർ പ്രായമായി എന്ന് പറയാൻ പാടില്ല കേട്ടോ. കാരണം JD സാർ എന്താക്കിയിട്ടുണ്ട്, കണ്ണട ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണട പ്രായമായ ആൾക്കാർ കണ്ണട ഉപയോഗിക്കാറുണ്ട്. പിന്നെ യങ് ആയിട്ടുള്ള ആൾക്കാരും എന്താക്കാറുണ്ട്, കണ്ണട. ചെറിയ കുട്ടികൾ വരെ കണ്ണട ഉപയോഗിക്കാറുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അവർ മൊബൈൽ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാവാറെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഏതായാലും അല്ല അതന്നെ, കൂടുതൽ ലൈറ്റൊക്കെ അതിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ വരും. ഓക്കെ, ഏതായാലും അതിന് എന്താക്കിയാൽ മതി, ഗ്ലാസ്സിൽ ഇടുന്ന സമയത്ത് എന്താക്കി കുറച്ച് വിട്ട് വെക്കുക. അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾ യൂട്യൂബിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ എന്താക്കുക, ഇരുട്ടത്തുനിന്ന് ഇത് മാത്രം ഓണാക്കി വെച്ചിട്ട് പഠിക്കരുത്. എന്താക്കാം, ഒരു സ്ഥലത്ത് വെക്കുക, ആ റൂമിൽ ലൈറ്റ് ഇട്ടതിന് ശേഷം മാത്രം അതിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഓക്കെ, കണ്ണൊന്നും കേടാവില്ല. അങ്ങനെ മറ്റൊക്കെ എന്തൊക്കെയാ, ജസ്റ്റ് കമന്റ്. കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതായാലും സന്തോഷമുണ്ട്. ഇനി നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ഇതൊക്കെയാണ് അതിന്റെ ആൻസർ. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സെനീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടാവും. അവരിങ്ങനെ കൂനി നടക്കുക, മല്ലയാണ് നടക്കാറുള്ളത്. അങ്ങനത്തതിനാണ് സെനീൽ പറയുന്നത്. കുറച്ച് പ്രായമായ ആൾക്കാരെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന അവരുടെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ, അതിനാണ് സെനീൽ പറയുന്നത്. മിൽക്കി ആൻഡ് വാട്ടറി ഐസ്, അവരുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് എന്താക്കണം, ചെക്ക് ചെയ്യണം. സാധാരണ ആൾക്കാരുടെ കണ്ണ് പോലെ ആയിരിക്കില്ല അവരുടെ കണ്ണുണ്ടാവും. കുറച്ചുകൂടി മിൽക്കി ആയിരിക്കും, അതായത് കുറച്ചുകൂടി വെള്ള കൂടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കുറച്ചുകൂടി നനവ് കൂടുന്ന ഒരു കണ്ണായിരിക്കും അവരത് ഉണ്ടാവുക. ടൂത്ത്ലെസ്, പല്ല് നഷ്ടപ്പെടും. ഇതൊക്കെയാണ്. പക്ഷെ നല്ല അടിപൊളി ഉദാഹരണങ്ങൾ അവർ കുറെ പറഞ്ഞിട്ടുണ്ടോ കമന്റ് ബോക്സിൽ. ഇനി ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഇനി മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി ആണ്. സെക്കൻഡ് അല്ലല്ലോ, നമ്മൾ തേർഡ് പറഞ്ഞില്ലേ. ഫസ്റ്റത്തെ എന്തായിരുന്നു, ആക്ച്വലി ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു അല്ലേ. അപ്പൊ ആക്ടിവിറ്റി വരുന്നത് പിന്നെ ഇതാണ്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി വരുന്നത് പിക്ക് ഔട്ട് ലൈൻസ് ഫ്രം ദ പോം ആൻഡ് റീറൈറ്റ് ദം ഇൻ ദ ഫോം ഓഫ് കോൺവെർസേഷൻ. നമ്മൾ പറഞ്ഞു ഈ ഒരു പോയം എന്താണ്, ശരിക്കും ഒരു കോൺവെർസേഷൻ രൂപത്തിലാണ്. ഇനി എക്സാക്ട് ഒരു കോൺവെർസേഷൻ രൂപത്തിലേക്ക് ഈ ഒരു പോയതിനെ നമ്മൾ മാറ്റിയാലോ? നോക്കാം. ലിറ്റിൽ ബോയ് പറയുന്നു, സംടൈംസ് ഐ ഡ്രോപ്സ് മൈ സ്പൂൺ. ചില സമയത്ത് ഞാൻ എൻ്റെ സ്പൂണൊക്കെ നമ്മുടെ സ്പൂണ് വിട്ടുപോയതുപോലെ നമ്മുടെ കുട്ടിക്കും നമ്മുടെ ഗ്രാൻഡ് പാരന്റിനും സ്പൂണ് വിട്ടുപോയതുപോലെ എനിക്ക് എന്തായിട്ടുണ്ട്, നമ്മുടെ പെൻസിൽ വിട്ടുപോയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ഏതായാലും ഇനി നമുക്ക് എന്താക്കാം, ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ബാക്കി ഡയലോഗുകളൊക്കെ നോക്കാം. എന്തൊക്കെയായിരിക്കും?
ഐ ഓൾസോ ഡ്രോപ്പ് സ്പൂൺ, ഞാനും സ്പൂണ് വിട്ടു പോവാറുണ്ട്. ഐ വെച്ച് മൈ പാൻസ്, ഞാൻ മൂത്രമൊഴിച്ചു പോവാറുണ്ട്. ഡോണ്ട് ടെൽ എനിബഡി, ഞാനോട് പറയല്ലോ. സംടൈം ഐ ഓൾസോ ഡു ദാറ്റ്, ഞാനും ഇടയ്ക്ക് എന്താക്കാറുണ്ട്. ഓൾഡ് മാൻ പറയണം, അതായത് ഗ്രാൻഡ് പ പറയാണ്. ലിറ്റിൽ പറയണം ഐ ഓഫൺ ക്രൈ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞു പോവാറുണ്ട്. ഐ ഓൾസോ ക്രൈ മൈ ബോയ്, ഡോണ്ട് വറി, ഞാനും കരയാറുണ്ട്. ഓക്കെ, ഞാനും ഇടയ്ക്ക് കരയാറുണ്ട്. ലിറ്റിൽ പറയണം ദ ഗ്രോൺ അപ്സ് ഡു നോട്ട് പേ അറ്റൻഷൻ ടു മീ, വലിയ ആൾക്കാരൊന്നും അവരൊന്നും എന്നെ എന്താക്കില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അവളുടെ പറയണം ഐ നോ യുവർ പെയിൻ, നിന്റെ വേദന. പെയിൻ എന്ന് പറഞ്ഞാല് വേദന കേട്ടോ. ഐ നോ യുവർ പെയിൻ, നിന്റെ വേദന എനിക്കറിയാം. ദേ നെഗ്ലക്ട് മീ ടു, അവരെന്നെയും എന്താക്കുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്, എന്നെയും അവഗണിക്കുന്നുണ്ട്, എന്നെയും പരിഗണിക്കുന്നില്ല. അതിനാണ് നെഗ്ലക്ട് എന്ന് പറയാ, അവഗണിക്കുക, നെഗ്ലക്ട്. അവരെന്നെയും എന്താക്കുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്. എന്നെ ആരും നോക്കലൊന്നുമില്ല, എന്നെ മാത്രമൊന്നുമല്ല, എന്നെ ആരും നോക്കലൊന്നുമില്ല. ഏകദേശം സെയിം സിറ്റുവേഷൻ ആണല്ലേ രണ്ടുപേരും. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു കോൺവെർസേഷൻ രൂപത്തിലേക്ക് ആക്കുന്നതൊക്കെ മനസ്സിലായില്ലേ? ഒരു കവിത എങ്ങനെ കോൺവെർസേഷനിലാക്കാം എന്നുള്ളത് ഏകദേശം ഒരു കോൺവെർസേഷൻ രൂപത്തിലുള്ള കവിത ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഏകദേശം ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവിടെ ലൈക്കിന്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ, ഇതുപോലത്തെ ലൈവ് സെഷനുകൾ, ഇതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ധാരാളം നമ്മുടെ പിന്നെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കുറേ വരും. അപ്പോൾ അത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നിങ്ങൾ എന്താക്കുക, ഈ ഒരു ചാപ്റ്റർ നിങ്ങളിപ്പോൾ ക്ലാസ് എടുത്ത് തന്ന JD സാറില്ലേ, സാറിൻ്റെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ലൈവ് എൻ്റെ അതിന് ശേഷം കമൻറ്റ് ചെയ്യുക. മറന്നു പോകരുത്. നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെട്ടത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ലൈവ് സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.